SFIയുടെ പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തത്സമയം കോഴിക്കോട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ പറ്റിയും ഒപ്പം ഈ SFIയുടെ ഈ നീക്കത്തെയും ഈ പ്രതിഷേധത്തെ പറ്റിയും ഗവർണർ പറഞ്ഞത്? അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ പരിപാടിയിൽ എന്തൊക്കെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നത്? മലയാളത്തിൽ വന്ദനം നേർന്നുകൊണ്ടാണ് ഗവർണർ പരിപാടിയിൽ സംസാരിച്ചു തുടങ്ങിയത്. മനുഷ്യർ നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ മറക്കുകയാണെന്നും സനാതന ധർമ്മം കാലദേശങ്ങൾക്കനുസരിച്ച് മാറ്റമില്ലാത്തതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു ഇന്ത്യൻ എന്ന നിലയിൽ സ്വന്തം പാരമ്പര്യത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒപ്പം തന്നെ ഇന്ത്യയിൽ നാനാത്വത്തിൽ ഏകത്വം നിലനിൽക്കുന്നത് എങ്ങനെയെന്ന് ചിലർ അത്ഭുതപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നാരായണ ഗുരു വൈദേശിക പാരമ്പര്യം പിന്തുടർന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ സനാതന ധർമ്മവും അദ്വൈത സിദ്ധാന്തവും പിന്തുടരുകയാണ് നാരായണ ഗുരു ചെയ്തത് എന്നും ഭാരതീയ വിചാര കേന്ദ്രവും ഒപ്പം തന്നെ ഭാരതീയ വിചാര കേന്ദ്രത്തിന് നേതൃത്വത്തിൽ നടന്ന ഈ ഒരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് ഗവർണർ പറയുകയുണ്ടായി. ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഈ ഒരു വലിയ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഇതെല്ലാം SFIയുടെ ഭാഗത്ത് നിന്ന് അയച്ചുവിട്ടെങ്കിലും അതിനൊന്നും വകവെക്കാതെയാണ് ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പരിപാടി സ്ഥലത്തു നിന്നും ഗവർണർ പുറത്തേക്ക് ഇറങ്ങും. തുടർന്ന് അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFIയുടെ പ്രതിഷേധങ്ങൾ ഈ പരിപാടി സ്ഥലത്തിന് തൊട്ട് അപ്പുറത്തായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഏതാനും SFI പ്രവർത്തകർ ഈ ബാരിക്കേഡും മതിലുകളും ഒക്കെ ചാടിക്കടന്നുകൊണ്ട് ഈ ഒരു പരിപാടി സ്ഥലത്തേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു സുരക്ഷ വീഴ്ച ഈ സംഭവത്തിൽ ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നതിൽ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇത്രയേറെ പ്രതിഷേധക്കാർ വരുമ്പോൾ അതിനനുസൃതമായി പോലീസിനെ വിന്യസിക്കുകയോ സമരക്കാരെ നേരിടുകയോ ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിഷേധം നടത്തുക എന്നുള്ളത് അവർക്ക് അവരുടെ ഒരു ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ജാള്യത മറച്ചുവെക്കാനും അവർക്ക് നാണക്കേടുണ്ടായത് മാറ്റുന്നതിനും വേണ്ടിയുള്ള ഒരു കാര്യമായി മാറി എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലൊരു ഗവർണറെ ഒരു കാരണവശാലും കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും കാലുകുത്താൻ പോലും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്ന ഇടത്തു നിന്ന് ഗവർണർ പരിപാടി ഈ ഒരു സർവകലാശാലയിലേക്ക് എത്തിയെന്നത് മാത്രമല്ല 2 ദിവസം അവിടെ അദ്ദേഹം അന്തിയുറങ്ങുകയുണ്ടായി. 2 ദിവസം അന്തിയുറങ്ങിയ ഗവർണർ പിന്നീട് ഈ ഒരു ഇപ്പോൾ ഈ SFI പ്രവർത്തകർ ഈ പരിപാടി സ്ഥലത്തേക്ക് മറ്റൊരു വഴിയിലൂടെ ഉള്ളിൽ കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അതായത് ഇത്ര നേരം പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ആ ബാരിക്കേഡിന്റെ വശത്തു നിന്നും SFI പ്രവർത്തകരെല്ലാം പിന്തിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ ഗവർണർ ഉള്ള ഈ പരിപാടി സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും പോലീസും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഗവർണർക്ക് നേരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അത് പോലീസ് നിരവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞു ഈ പരിപാടിയിൽ സർവകലാശാല VC വിട്ടുനിന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലൊരു പ്രതിഷേധം ഒപ്പം ഗവർണർക്കെതിരെയുള്ള സുരക്ഷാ വീഴ്ച എന്നിവ നടക്കുന്നതിനിടയിലാണ് VC വിട്ടു നിൽക്കുന്നത്. തീർച്ചയായും VCയുടെ ഭാഗത്തു നിന്നും തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. VCയുടെ നിയന്ത്രണത്തിലുള്ള ക്യാമ്പസിനകത്ത് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കുന്നു. ആ ബോർഡ് സ്ഥാപിക്കുമ്പോൾ സംഗീത് ചാൻസലർ ഗോബാക്ക് എന്ന തരത്തിലും മറ്റുമെല്ലാം ഗവർണറെ വംശീയമായി വരെ അധിക്ഷേപിച്ചുകൊണ്ട് ബോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നു. പക്ഷേ അത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ അത് എടുത്തു മാറ്റുന്നതിനോ അതിന് വേണ്ട നടപടികളൊന്നും ഈ ഒരു ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതിനെതിരെ ഗവർണർ ചാൻസലറെ കഴിഞ്ഞ ദിവസം വിളിപ്പിച്ച് അതിൽ വിശദീകരണവും ചോദിച്ചിരുന്നു. ഏതായാലും ഗവർണർ ഇപ്പോൾ ഈ ചാൻസലർ ഇപ്പോൾ ഇന്ന് നടന്ന പരിപാടിയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഏതായാലും ഗവർണർ എത്രയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഇതിനൊന്നും ഭയമില്ലാതെ അദ്ദേഹം നെഞ്ചുനിരുത്തി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഏത്
സർവകലാശാലയിലാണോ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് SFIക്കാർ വെല്ലുവിളിച്ചത്. അതേ സർവകലാശാലയിൽ കാലുകുത്തിയത് മാത്രമല്ല, അവിടെ 2 ദിവസം അന്തി ഉറങ്ങുകയും ചെയ്ത് അവിടെ നടന്ന പരിപാടി, ഏത് പരിപാടിയിലാണ് പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്, ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത് പങ്കെടുത്ത് അവിടെ നിന്നും അദ്ദേഹം പുറത്തേക്ക് കടക്കുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഗവർണർ ഈ ഒരു വേളയിൽ പ്രധാനമായും ഏതൊക്കെ തരത്തിൽ SFIയെ ഉപയോഗിച്ച പറ്റുമെല്ലാം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചാലും ആ വേട്ടയാടലുകൾക്കൊന്നും തന്നെ നിന്നുകൊടുക്കില്ല, അല്ലെങ്കിൽ ആ വേട്ടയാടലുകൾക്കെതിരെ ശക്തിയുക്തം അദ്ദേഹം അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ഗവർണർ, മുമ്പൊന്നും നമ്മൾ ഇത്തരത്തിലൊരു ഗവർണറെ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. കാരണം സർവകലാശാലകൾ ഇടതുവൽക്കരിക്കുന്ന, സർവകലാശാലകൾ ചുവപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾക്ക് എതിരെ ശക്തിയുക്തം നിലപാട് സ്വീകരിക്കുന്നു. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ ഇന്ന് രാവിലെ മുതൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. അതായത് താൻ ഈ SFIയുടെയും സർക്കാരിന്റെയും മുന്നിൽ വെല്ലുവിളികൾക്ക്, പ്രതിഷേധങ്ങൾക്ക് മുൻപിൽ വിട്ടുമടക്കാൻ പോകുന്നില്ല. ശക്തിയുക്തം തന്നെ ഇതിനെ പ്രതിരോധിക്കും, ഇതിൽ ശക്തമായി തന്നെ പ്രതിരോധിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം നേടുന്നത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നു, ഈ SFI എന്നുള്ളത് ക്രിമിനലുകളാണ്, മുഖ്യമന്ത്രി അയച്ചിരിക്കുന്ന ക്രിമിനലുകളാണ് ഈ SFI എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുന്നു.